സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. രാവിലെ 1520 രൂപ കൂടിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇതാ അതിൽ കുറഞ്ഞിരിക്കുന്നത് വെറും 100 രൂപ മാത്രമാണ്. എന്താണ് ഈ രാവിലെ വില ഉയരുന്നു, ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ കുറവ്, ഇതിന് കാരണം? അതായത് ആഗോള വിപണിയില് അതുപോലെ ഇന്ത്യക്കകത്ത് തന്നെ വ്യാപാര രംഗത്തും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇപ്പോ ഇറങ്ങുന്നു. അതായത് നമ്മൾ കുറെ നാടുകളായിട്ട്, അതായത് ഒരു കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ തരത്തിലുള്ള കയറ്റിറക്കങ്ങൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു നിശ്ചയവുമില്ല. വ്യാപാര രംഗത്ത് നിശ്ചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യ എപ്പോഴും പുകയുന്നു, പുക പതുക്കെ മായുന്നത് പോലെ തോന്നുന്നു, പക്ഷെ വീണ്ടും പുകയുന്നു. ഇപ്പൊ നമുക്കറിയാം അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. റഷ്യ 10 ദിവസത്തിനകം ഒരു തീരുമാനം എടുത്തിട്ട് 15 ദിവസം കൊടുത്തു. അതിനകം കൊണ്ട് ഇറാൻ ആണവ കരാറ്, ആണവ പ്രക്രിയ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാന്റെ മേൽ യുദ്ധം സന്നാഹവുമായി വരും. അത് 15 ദിവസം കൊടുത്ത 10 ദിവസത്തിനകം അവരുടെ തീരുമാനം അവർ അറിയിക്കണം, എഗ്രിമെന്റിൽ എത്തണം US-ഉമായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇറാൻ ഒരു ഭാഗികമായിട്ട് സമ്മതം മൂളിയെങ്കിലും പൂർണ്ണമായിട്ടും ആണവ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഇറാൻ തയ്യാറല്ല. പക്ഷെ അതൊക്കെ കാരണം കൊണ്ട് അവിടെ പുകഞ്ഞു തന്നെ നിൽക്കുകയാണ്. ആ സാഹചര്യത്തില് എല്ലാ വ്യാപാര, അതായത് എന്താ പറയുക, ധനകാര്യ സ്ഥാപനങ്ങളും ആഗോള വ്യാപാര മേഖലകളും എല്ലാം ഉറ്റുനോക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെസ്റ്റ് ഏഷ്യയില്. അതുപോലെ തന്നെ വേറൊരു അത്ഭുത സംഭവം ഉണ്ടായല്ലോ. റഷ്യയിലെ യുക്രൈൻ വാറിന്റെ ദിവസം കുറിക്കുന്ന 2 ദിവസത്തിന് മുൻപ് തന്നെ അവിടെ യുക്രൈൻ ആണോ അല്ലയോ എന്നറിഞ്ഞുകൂടാ റഷ്യൻ വ്ളാഡിമിർ പുതിന്റെ വസതിക്ക് അടുത്ത് തന്നെ ഡ്രോൺ വന്നതും ആ ഡ്രോണുകളെ നശിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ വീണ്ടും വെസ്റ്റ് ഏഷ്യയിൽ വലിയ ആകസ്മിക സംഭവ വികാസങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അവർക്കറിയാം ഒരു കാരണവശാലും ഇതങ്ങ് കെട്ടടങ്ങാൻ സാധ്യതയില്ല. നീറി പുകഞ്ഞ് ചിലപ്പോൾ വളരെ വലുതായിട്ട് കത്തി അങ്ങനെ പടർന്നു പോയേക്കാൻ ഇടയുണ്ട്. ചിലപ്പോൾ 3ാം ലോക മഹായുദ്ധം വരെ ആയേക്കാം എന്ന ഭയമൊക്കെ എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ടാണ് ആരും കക്ഷി പൂർണ്ണമായിട്ട് ചേരുന്നില്ല. എങ്കിലും റഷ്യയും ചൈനയും ഒക്കെ ഇറാനെ സഹായിക്കുന്നു. അതേസമയത്ത് അമേരിക്ക യുക്രൈന്റെ ഭാഗത്താണെന്ന് പറയുന്നു. ഇസ്രായേലിനെ അമേരിക്ക ജാഗ്രതയിലെ ആകാൻ പറയുന്നു. ഇതൊക്കെ കാണിക്കുന്നത് എല്ലാ ശക്തികൾക്കും സ്വന്തമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. പക്ഷേ കുറച്ചും കൂടി കാര്യങ്ങളെ നിശബ്ദമായിട്ടാണെങ്കിൽ പോലും നല്ല രീതിയിൽ പോകണം. വെസ്റ്റ് ഏഷ്യ പുകയരുത്, ഒരു ലോകമഹായുദ്ധം ഉണ്ടാകരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാകുന്ന ആ ശകലങ്ങളുടെ പ്രവർത്തനം മൂലമാണ് ഈ തരത്തില് ഇപ്പോ സ്വർണത്തിന്റെ വിലയിൽ ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളിപ്പോ ഇന്ത്യയിലേക്ക് വന്നാൽ തന്നെ ട്രംപിന്റെ തീരുമാനം, അതായത് ട്രംപിനെ സുപ്രീം കോടതി തന്നെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് ട്രംപിന്റെ ഈ വ്യാപാര യുദ്ധം, അതായത് ട്രംപ് മറ്റ് രാജ്യങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന ചുങ്കം ഒരു കാരണവശാലും ശരിയല്ല, അത് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിലെ കയ്യേറ്റമാണ് എന്ന് സുപ്രീം കോടതിയാണ് താക്കീത് കൊടുത്തത്. അപ്പോ ഒന്ന് ശകലം താഴോട്ട്, അതായത് US കോൺഗ്രസിന്റെ അനുവാദത്തോടു കൂടി മാത്രം എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഏകപക്ഷീയമായിട്ട് എടുത്തത് എന്നാണ് സുപ്രീം കോടതി ശാസിച്ചത്. അപ്പൊ അത് കേട്ട് ട്രംപിന് ഒന്ന് പുറകോട്ട് പോകേണ്ടി വന്നു. എങ്കിൽ പോലും അപ്പോഴും പറയുന്നു 10% തീരുവ, പിന്നെ പറയുന്നു ആ 10% ഞാൻ 15% ഉയർത്തും എന്നൊക്കെ. അപ്പോ ഇന്ത്യ ഒരു കരാറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, 18% കരാർ എന്ന രീതിയിൽ, ചുങ്കം എന്ന രീതിയിൽ. പക്ഷേ
ഈ പുതിയ സംഭവ വികാസത്തോടുകൂടി ഇന്ത്യ തന്നെ ഇന്ന് ചർച്ചയ്ക്ക് പോകാൻ US പോകാനിരുന്ന ആ തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നു. ഇനി വീണ്ടും ഇന്ത്യയിൽ തന്നെ ചർച്ച നടത്തി, ഇന്ത്യയും US ചർച്ച നടത്തി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ പ്രതിപക്ഷം, കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ പ്രതിപക്ഷം തന്നെ നരേന്ദ്രമോദി എടുക്കുന്ന ഈ വിദേശ നയം, ട്രംപുമായിട്ട് എടുക്കുന്ന ഈ തീരുമാനങ്ങളൊക്കെ ശരിക്കും ബാലിശമായ തീരുമാനങ്ങളാണ് എന്ന് വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. അപ്പൊ ആ വിമർശനങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇപ്പോൾ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ട്രേഡ്, അതായത് ഈ ചുങ്ക കരാറ് പുതുക്കി നിശ്ചയിക്കേണ്ടത്, എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് വീണ്ടും ഡീൽ ചെയ്യേണ്ടത്. പക്ഷേ ആ ഡീൽ അത്യാവശ്യമാണെന്നറിയാം. അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റി കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഈ സ്വർണത്തിന്റെ വിലയിലെ കയറ്റിറക്കങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. സ്വർണത്തിന്റെ വില ഒന്ന് നേരായി, അതായത് ലോക അനിശ്ചിതാവസ്ഥകളൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കുറച്ചും കൂടി നിശ്ചിതമായ സ്ഥിതിയിലേക്ക് വ്യാപാരം വരണം, പശ്ചിമേഷ്യ വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വർണത്തിന്റെ വിലയിലും ഈ ചാഞ്ചാട്ടത്തിന് ഒരു അറുതി വരും. സ്വർണത്തിന്റെ വില പതുക്കെ താഴേക്ക് തന്നെ പോകും. പക്ഷെ ഇപ്പോ ലോകത്തിന് ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് സ്വന്തം സമ്പത്ത് സൂക്ഷിക്കാൻ ഏറ്റവും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാവുന്ന ഒരിടം സ്വർണം തന്നെയാണ്. ആ സ്വർണത്തിലാണ് ഇപ്പൊ. അതുകൊണ്ടാണ് സ്വർണത്തില് ഇത്തിരി ഇറങ്ങും, അതിന്റെ 10 ഇരട്ടി കയറും, വീണ്ടും ഇറങ്ങും. ഈ തരത്തിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദിയുണ്ട് മേഡം ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.